നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക സാമ്പത്തിക വിപണിയിൽ അമേരിക്കയുടെ അതിപ്രസരം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം കൂടി കൃത്യമായി വ്ളാഡിമിർ പുടിൻ ഇറാനോട് വിശദീകരിക്കുകയാണ്. ഇതൊരു അനിഷേധ്യമായ യുദ്ധ സാഹചര്യമാണ്. ഇറാനെ ചൊറിഞ്ഞ് ഇറാൻ്റെ പരമാധികാരിയെ വധിച്ച് ഇറാനെ സാഷ്ടാംഗം മുട്ടുകുത്തിക്കാമെന്നുള്ള അവരുടെ കണക്കൂട്ടലുകൾക്ക് കിട്ടിയ തിരിച്ചടി. ഇസ്രയേലുമായുള്ള യുദ്ധം എങ്ങും എവിടെയും എത്താതിരിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാനമായ പല സാമ്പത്തിക നയങ്ങളും അവർ ആവിഷ്കരിക്കാനുള്ള ശ്രമമാണ്. ഇറാനും റഷ്യയുമൊക്കെ എണ്ണ ആർക്കൊക്കെ വിൽക്കണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്ന കാലം മാറി തുടങ്ങിയിരിക്കുന്നു. അവരുടെ എണ്ണ ഉൽപാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവർ ക്രൂഡ് ഓയിൽ ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ, ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം, ഇതൊക്കെയാണ് നിലവിലെ ചർച്ചാ വിഷയം എന്നിരിക്കെ ഇറാനോട് കൂടുതൽ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. പുടിൻ പറഞ്ഞിരിക്കുന്നത് ലോക വ്യാപാരത്തിൽ പുതിയ അധ്യായം കുറിക്കും എന്നാണ്. അമേരിക്കയുടെ അതിപ്രസരം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. GCC രാജ്യങ്ങൾ തങ്ങളുടെ എണ്ണ കയറ്റുമതി ചെയ്യുമ്പോൾ പകരമായി റഷ്യൻ ഡോളറിൽ അവർ വിനിമയം നടത്തുന്നത്, അവർക്ക് കൊടുക്കുന്ന പരിരക്ഷ, അവരിലേക്കുള്ള കൃത്യമായിട്ടുള്ള ഡയറക്റ്റ് അമേരിക്കയുടെ എൻട്രി, ഇതെല്ലാം പരിപൂർണമായി കട്ട് ചെയ്തുകൊണ്ട്, എന്ന് പറഞ്ഞാൽ GCC രാജ്യങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ ആധിപത്യം, അതല്ലെങ്കിൽ അമേരിക്കയുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എന്നേക്കുമായി അവസാനിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗങ്ങളിലേക്കുള്ള ഒരു എൻട്രിയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ബ്രിക്സിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചൈനയുടെ വിദേശകാര്യ മന്ത്രി വാങ്ങി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ അമേരിക്കയ്ക്ക് ചെറുത്തു തോൽപ്പിക്കുക പ്രയാസകരമായിരിക്കും. നോക്കൂ, ഇറാന്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള അവരുടെ സ്വത്വം വീണ്ടെടുക്കൽ, അവരുടെ വിപ്ലവം എത്രത്തോളം ലോക രാജ്യങ്ങളെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്നുള്ളത് നോക്കൂ. ഹോർമൂസ് കടലിടുക്ക് അവർ അടച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. അവിടെ നിയന്ത്രണം മാത്രം കൊണ്ടുവന്നപ്പോൾ തന്നെ ഏതെല്ലാം രാജ്യങ്ങളെ അത് പ്രതികൂലമായി ബാധിച്ചിരിക്കും. റഷ്യയ്ക്ക് യൂറോപ്യൻ യൂണിയനോടുള്ള കണക്ക് തീർക്കാനും അമേരിക്കയോടുള്ള പഴയ കണക്കുകൾ ഓരോന്നായി ചോദിച്ച് പകരം വീട്ടാനും കിട്ടിയിരിക്കുന്ന സുവർണ അവസരം പുടിൻ അങ്ങനെ ഇങ്ങനെയൊന്നും പാഴിക്കളയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുടിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പ്രധാനമെന്ന് പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ കറൻസി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങളുമായിരിക്കും.